ഉരുൾപൊട്ടലുണ്ടായ വയനാട് മേപ്പാടി പഞ്ചായത്തിലെ 6 സോണുകളിലും തെരച്ചിൽ വൈകിട്ട് അവസാനിച്ചു. രാവിലെ മുതൽ തെരച്ചിൽ തുടരും. ഭൗമശാസ്ത്ര വിഭാഗത്തിന്റെ പഠനം ആദ്യഘട്ടം പൂർത്തിയായി. നാശനഷ്ടങ്ങളുടെ കണക്കെടുപ്പ് വിവിധ വകുപ്പുകളുടെ നേതൃത്വത്തിൽ തുടരുകയാണ്. നമുക്ക് ഇനി വയനാട്ടിലേക്ക് പോകാം. അവിടുത്തെ കാര്യങ്ങൾ കൂടുതലായി പറയാനും അറിയിക്കാനും ജോസിലാണ് തയ്യാറായിട്ടുള്ളത്. ജോസിൽ, ഗുഡ് മോർണിംഗ്. ഇന്ന് വയനാട്ടിൽ തെരച്ചിൽ നടപടികൾ വീണ്ടും ഊർജിതമായി മുൻപോട്ട് പോവുകയാണ്. അതിനു മുൻപ് ഏറെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമെന്ന് പറയുന്നത് കൈരളിയുടെ 25 പിറന്നാൾ ദിവസമാണ്. എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? കുറച്ച് വൈകിയാണ് ജോസിൽ നമ്മൾക്കൊപ്പം ചേർന്നത്. എങ്കിൽ പോലും ഈ കാലയളവിൽ നിരവധി വാർത്തകളും റിപ്പോർട്ടുകളും ഒക്കെ പ്രേക്ഷകർക്ക് മുൻപിലേക്ക് എത്തിക്കാൻ ജോസിലിനായി. ഇതാ ഇപ്പോൾ അവസാനമായി വയനാട്ടിൽ ആ ദുരന്ത ഭൂമിയിൽ നിന്നുകൊണ്ടും നിരവധി കാര്യങ്ങൾ നമ്മളുമായി പങ്കുവെച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രിയ, ഗുഡ് മോർണിംഗ്. വളരെ അഭിമാനത്തോടു കൂടിയാണ് ഈ കൈരളി എന്ന മഹാപ്രസ്ഥാനത്തോടൊപ്പം ചേർന്നത്. അതിൽ വളരെയേറെ അഭിമാനമുണ്ട്. ഈ ഒരു മഹാദുരന്തത്തിൻ്റെ ഇടയിൽ നിന്നാണ് ഈ 25ാം വാർഷികത്തിൽ കൈരളിയുടെ പ്രേക്ഷകർക്കൊപ്പം ചേരുന്നത് എന്നുള്ള ഒരു വലിയ ദുഃഖം കൂടിയുണ്ട്. എങ്കിലും ഈ 25ാം വാർഷികത്തിൽ കൈരളിയുടെ മുഴുവൻ പ്രേക്ഷകർക്കും അതുപോലെ തന്നെ കൈരളിയുടെ എല്ലാ സഹപ്രവർത്തകർക്കും ആശംസകൾ അർപ്പിക്കുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് അതോടൊപ്പം തന്നെ ഞാൻ പ്രധാനമായും ജോലി ചെയ്യുന്ന ഇടുക്കി ബ്യൂറോയുടെ പേരിലുള്ള ആശംസകളും ഇതിനോടൊപ്പം തന്നെ അറിയിക്കുകയാണ്. ഞാനിപ്പോൾ ഉള്ളത് ഈ മഹാദുരന്തത്തിൻ്റെ ഭാഗമായി വയനാട്ടിലാണ്. ഈ വയനാട്ടിൽ ഇപ്പോൾ പ്രിയ സൂചിപ്പിച്ചതുപോലെ തന്നെ അതിജീവന പ്രവർത്തനങ്ങളാണ് ഇനി നടക്കാനുള്ളത്. ഇപ്പോൾ എൻ്റെ ഒപ്പമുള്ളത് കുറേ മിണ്ടാപ്രാണികളാണ്. പശു, പൂച്ച, പട്ടി അടക്കമുള്ള ആളുകൾ ഇപ്പോൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അവരെല്ലാം ഇപ്പോൾ ഈ സർക്കാർ എത്തിച്ചു കൊടുക്കാനുള്ള തീറ്റ പ്രതീക്ഷിച്ച് നിൽക്കുകയാണ്. നമ്മൾ സർക്കാർ പറഞ്ഞിരുന്നു മനുഷ്യനെ മാത്രമല്ല മൃഗങ്ങളെയും ചേർത്ത് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കും, അവർക്കുള്ള തീറ്റ എത്തിച്ചു കൊടുക്കും. പട്ടിക്കും പൂച്ചയ്ക്കും അതുപോലെ തന്നെ മറ്റെല്ലാ വളർത്തുമൃഗങ്ങൾക്കും വേണ്ട സൗകര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുമെന്ന് സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഇപ്പോൾ അതിൽ ഈ കാലിത്തീറ്റ അടക്കമുള്ളത് ഇട്ട് കൊടുക്കാനുള്ള പാത്രങ്ങളൊക്കെയാണ് ഇവിടെ ഇരിക്കുന്നത്. അതിലേക്ക് അത്തരത്തിലുള്ള കാലിത്തീറ്റയൊക്കെ പ്രതീക്ഷിച്ചാണ് ഇവിടേക്ക് ഈ മൃഗങ്ങളെല്ലാം എത്തിയിരിക്കുന്നത്. അതുമാത്രമല്ല പട്ടികളും പൂച്ചകളും എല്ലാം ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അവർ ഇപ്പോൾ അത് മാത്രമല്ല ഇന്ന് താൽക്കാലിക ഷെൽട്ടർ ഇവർക്കും ഒരുക്കിയിട്ടുണ്ട്. അങ്ങോട്ട് ഇവരെല്ലാം മാറ്റും എന്നും സർക്കാർ അറിയിച്ചിട്ടുണ്ട്. ഇന്ന് തൊട്ട് അത്തരം ഈ മൃഗങ്ങൾക്ക് വേണ്ടിയുള്ള ഷെൽട്ടറുകളിലേക്ക് ഈ മൃഗങ്ങളെ മാറ്റാൻ വേണ്ടിയുള്ള ചില ഉടമസ്ഥർ ഇപ്പം തൊട്ട് മുമ്പ് എന്നോടൊരു ചേട്ടൻ സംസാരിച്ചിരുന്നു. അദ്ദേഹം കുറേ പശുക്കളുടെ ഉടമയാണ്. അദ്ദേഹവും രാവിലെ വന്ന് എല്ലാ കന്നുകാലികൾക്കുമുള്ള തീറ്റ ഈ സർക്കാർ ഇവിടെ കാലിത്തീറ്റ എത്തിച്ചിട്ടുണ്ട്, അവിടെ നിന്ന് എടുത്തുകൊണ്ടുവന്ന് കൊടുക്കും എന്നുള്ള കാര്യമെല്ലാം പങ്കുവച്ചിട്ടുണ്ട്. അത് ഒരു തരത്തിലുള്ള അതിജീവനം. മറ്റൊന്ന് ഈ നാട്ടിലെ പ്രധാനപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി ഇവിടെ രക്ഷപ്പെട്ട ആളുകളുടെ അതിജീവന പ്രവർത്തനങ്ങളാണ്. അതിലും കൃത്യമായി സർക്കാർ ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നഷ്ടപ്പെട്ട രേഖകൾ തിരിച്ചെടുക്കുന്നതിന് വേണ്ടി ഇന്നലെ ബാങ്ക് പാസ്ബുക്കുകൾ നഷ്ടപ്പെട്ട ആളുകൾക്ക് അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ടുകൾ ഇല്ലാത്ത ആളുകൾക്ക് വേണ്ടിയുള്ള അദാലത്ത് വിവിധ ബാങ്കുകളുടെ നേതൃത്വത്തിൽ പ്രധാനപ്പെട്ട ക്യാമ്പുകളിലെല്ലാം നടത്തിയിരുന്നു. കാരണം ഇനിയും സർക്കാർ ഈ മരണപ്പെട്ട ആളുകളുടെ കുടുംബാംഗങ്ങൾക്കും അതുപോലെ തന്നെ അപകടം സംഭവിച്ച ആളുകൾക്കും എല്ലാ ധനസഹായങ്ങളും ഇനി പാസ്ബുക്കുകൾ ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കുള്ളൂ. മിക്ക ആളുകളുടെയും ഇങ്ങനെയുള്ള ധനകാര്യ സ്ഥാപനങ്ങളിലെ പാസ്ബുക്കുകൾ അടക്കം നഷ്ടപ്പെട്ട ഒരു സാഹചര്യമുണ്ട്. അത്തരത്തിൽ പാസ്ബുക്കുകളും ബാങ്കിലെ അക്കൗണ്ടുകളും എല്ലാം വീണ്ടെടുക്കുന്നതിനുള്ള നടപടികൾ ആ രീതിയിൽ തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ജനങ്ങൾക്ക് വാടക വീടുകൾ എടുത്തു കൊടുക്കുന്നതിന് വേണ്ടി ഒരു പ്രധാനമായിട്ടൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. എങ്ങോട്ട് വേണമെങ്കിലും മാറാൻ ഈ അതിജീവിച്ച ആളുകൾക്ക് എങ്ങോട്ട് വേണമെങ്കിലും മാറാൻ സർക്കാർ അനുവാദം കൊടുത്തിട്ടുണ്ട്. ബന്ധുവീടുകളിലേക്ക് മാറിയാൽ പോലും സർക്കാർ നിശ്ചയിച്ച 6000 രൂപ വെച്ചുള്ള മാസവാടക കൃത്യമായി കൊടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ സ്വയം വാടക വീടുകൾ കണ്ടെത്തി അവർക്ക് ഇഷ്ടപ്പെട്ട വാടക വീട് കണ്ടെത്തി മാറുന്നതിനുള്ള സൗകര്യമുണ്ട്. അതിനും 6000 രൂപ വെച്ച് കൊടുക്കും. ഇതല്ല, ഇപ്പോൾ ഈ പ്രദേശത്ത് പ്രധാനമായി 5 പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റിയിലുമായിട്ടാണ് ജനങ്ങളെ പുനരധിവസിപ്പിക്കുന്നത് വേണ്ടി സർക്കാർ തീരുമാനമെടുത്തിരിക്കുന്നത്. അപ്പോൾ ചില ആളുകൾ ഈ വാടക നേരത്തെ ഉണ്ടായിരുന്നതിലും വർദ്ധിപ്പിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെയുള്ള സാഹചര്യം വരുമ്പോൾ ഓരോരുത്തർക്കും ഇതൊക്കെ കണ്ടെത്താനുള്ള ശേഷിക്കുറവും ഒക്കെ ഉണ്ടെങ്കിൽ സർക്കാർ അതിനും ഇടപാട് ചെയ്തിട്ടുണ്ട്. ഈ പ്രദേശത്ത് അത്തരത്തിൽ വാടക വീടുകൾ കണ്ടെത്തുന്നതിന് വേണ്ടി ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പർമാർ, ഈ 5 പഞ്ചായത്തുകളിലെയും പഞ്ചായത്ത് മെമ്പർമാർ, കൽപ്പറ്റ മുനിസിപ്പാലിറ്റിയിലെ കൗൺസിലർമാർ എല്ലാം രംഗത്തിറങ്ങി അനുയോജ്യമായ വാടക വീടുകൾ കണ്ടെത്തി കൊടുക്കുന്നതിന് വേണ്ടി മുന്നിട്ടിറങ്ങണമെന്നും സർക്കാർ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അതനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ നടക്കുകയാണ്. ഏതായാലും
ഈ അതിജീവനത്തിൽ ഊന്നിയുള്ള പ്രവർത്തനം, ഒപ്പം തന്നെ തിരച്ചിലും തുടരുന്നുണ്ട്. നമുക്കറിയാം ഈ തെരച്ചിലിൻ്റെ ഒരു പരിമിതി എന്ന് പറയുന്നത് നമുക്ക് ഈ കാണുന്ന ഈ പുഞ്ചിരിമട്ടം മുണ്ടക്കൈ ഭാഗത്തു നിന്ന് ഉരുൾപൊട്ടി വന്ന് ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ചൂരൽമലയിലൂടെ കടന്ന് ഇപ്പോൾ ഈ ഭാഗത്തോട്ട് കണ്ടുപോവാണെങ്കിൽ ഇവിടെയുള്ള അമ്പലമൊക്കെ പൂർണ്ണമായി തകർത്ത് ഇവിടെ ഉണ്ടായിരുന്ന നൂറുകണക്കിന് വീടുകൾ തകർത്താണ് കിലോമീറ്ററുകളൊക്കെ അപ്പുറത്ത് ചാലിയാർ പൊടിയുടെ തീരത്ത് നിന്ന് 10-16 കിലോമീറ്റർ ദൂരത്തപ്പുറത്ത് നിന്നാണ് ഈ മനുഷ്യ ശരീരത്തിൻ്റെ ഭാഗങ്ങളൊക്കെ ഇനിയും കണ്ടെടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റേതായ ഒരു പരിമിതി, ഇനിയും 118ഓളം ആളുകളുടെ ശരീരം കണ്ടെത്താനുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. പക്ഷേ ഇതിൻ്റെ ഒരു പരിമിതി എന്ന് പറയുന്നതാണ് കിലോമീറ്ററുകളോളം ദൂരത്ത് ഇത്തരത്തിൽ കുത്തിയൊലിച്ചു വന്ന, നമുക്ക് മറ്റുള്ള ദുരന്തങ്ങളൊക്കെ നമ്മുടെ കേരളത്തിലുണ്ടായപ്പോൾ അതിലൊരു നിശ്ചിത പരിധി ഉണ്ടായിരുന്നു. ഇപ്പം പെട്ടിമുടിയാണെങ്കിലും പുത്തുമലയാണെങ്കിലും ഒരു നിശ്ചിത ദൂരത്തിനുള്ളിൽ അതിലെ കുത്തിയൊലിച്ച മണ്ണും കാര്യങ്ങളും കല്ലുകളും എല്ലാം കിടക്കുന്നു, അതിനുള്ളിൽ പരിശോധിച്ചാൽ മതിയായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ ദുരന്തത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു കിലോമീറ്ററുകളോളം നീണ്ടു കിടക്കുന്ന ഒരു പ്രദേശത്താണ് ഈ ദുരന്തത്തിൻ്റെ മേഖലയെല്ലാം കിടക്കുന്നത്. അതിനുള്ളിൽ നിന്നാണ് ഈ ആളുകളെ ഇനിയും കണ്ടെത്താനുള്ള ആളുകൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ തുടരേണ്ടത്. ആ തിരച്ചിൽ പ്രധാനമായിട്ടും ഇപ്പം കടാവാർ നായ്ക്കളെ അടക്കം കൊണ്ടുവന്നുള്ള തിരച്ചിലുകൾ ചാലിയാർ പുഴയുടെ തീരത്ത് ഒക്കെ നടക്കുന്നുണ്ട്. പ്രധാനമായും സന്നദ്ധ ഈ തിരച്ചിൽ നടപടികൾ തുടരുന്നത്. ആ തിരച്ചിൽ നടപടി തുടരും. അതുപോലെ തന്നെ ഈ ബന്ധുക്കൾക്ക് എവിടെയെങ്കിലും പ്രത്യേക ഭാഗത്ത് തിരയണമെന്ന് ആവശ്യമുണ്ടെങ്കിൽ അവിടെ അത് ചൂണ്ടിക്കാണിച്ചു കൊടുത്താൽ അവിടെയും തിരയുന്നതിന് വേണ്ടിയുള്ള സംവിധാനം സർക്കാർ ഏർപ്പെടുത്തും. പക്ഷേ ഇവിടെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വന്ന് കുറച്ച് ആളുകൾക്ക് ഈ പ്രദേശത്തുള്ള ആദ്യഘട്ടങ്ങളിൽ കുറച്ച് ജനകീയ തിരച്ചിലിൻ്റെ ഭാഗമായി ജനങ്ങൾ വന്നുവെങ്കിലും ഈ പ്രദേശത്തേക്ക് ആളുകൾക്ക് വരാനുള്ള ഒരു മടിയുണ്ട് എല്ലാവർക്കും. കാരണം ഒരുപാട് പ്രിയപ്പെട്ട ഇടമായിരുന്നൊരു സ്ഥലമാണ് ഈ കിടക്കുന്നത്. അവിടേക്ക് വരാൻ ഇപ്പോൾ നമ്മൾ ആരോട് സംസാരിക്കുമ്പോഴും അവരെല്ലാം ഓരോ കുടുംബത്തിലും 12 പേർ മരിച്ച കുടുംബത്തിൽ നിന്ന് മരിച്ച വ്യക്തികൾ നമ്മൾ ആരുടെ മുമ്പിലേക്ക് മയക്കി നീട്ടിയാലും ആരോട് സംസാരിച്ചാലും ചിലപ്പോൾ 16 പേർ നഷ്ടപ്പെട്ട ആളുകൾ, അങ്ങനെയൊക്കെയുള്ള ആളുകൾ വന്ന് സംസാരിക്കും. അവർക്ക് ഈ പ്രദേശത്തേക്ക് തിരിച്ചു വന്ന് നിൽക്കാനുള്ള ഒരു വിഷമമൊക്കെയുണ്ട്. അവർ അത് നമ്മളോട് പങ്കുവെക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും ഇപ്പോൾ അവരോടും കൂടുതലായിട്ട് സർക്കാർ ഊന്നി പറയുന്നത് അതിജീവനമാണ്. അതിജീവിച്ചേ മതിയാകൂ. ആ യാഥാർത്ഥ്യത്തോട് ഈ നാട്ടിലെ ജനങ്ങളും കൂടുതൽ പൊരുത്തപ്പെടുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പ്രിയ. ശരി ജോസൽ, എന്തായാലും വയനാട്ടിൽ ഇന്നും തെരച്ചിൽ നടക്കുകയാണ്. ഭൗമശാസ്ത്ര വിഭാഗത്തിന്റെ പഠനം ആദ്യഘട്ടം പൂർത്തിയായിട്ടുണ്ട്. നാശനഷ്ടങ്ങളുടെ കണക്കെടുപ്പ് വിവിധ വകുപ്പുകളുടെ നേതൃത്വത്തിൽ തുടരുകയാണ്. അതിനൊപ്പം തന്നെ വാടക വീടുകളിലേക്ക് ക്യാമ്പിൽ കഴിയുന്നവർ മാറാൻ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. ക്യാമ്പുകളിൽ നിന്നും വാടക വീട്ടിലേക്ക് മാറാനുള്ള നിർദ്ദേശം നൽകിയിരുന്നു. വാടക വീടുകൾ നൽകാൻ സന്നദ്ധരായവർ എത്രയും വേഗം അറിയിക്കണമെന്നും ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ വാടകത്തുക കൂട്ടുന്നത് ഒരു പ്രശ്നമാണ്. പലരും പറയുന്ന ഒരു കാര്യം അതാണ്. വാടകയ്ക്കായി വാടക വീട്ടിൽ താമസിക്കാനായി അവർ ഉടമസ്ഥരെ സമീപിക്കുമ്പോൾ വലിയ തുക ആവശ്യപ്പെടുന്നു എന്നുള്ള ബുദ്ധിമുട്ടേറിയ കാര്യം പറയുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഉടൻ തന്നെ ദിവസങ്ങൾക്കകം തന്നെ ക്യാമ്പുകളിൽ നിന്നും ആളുകൾക്ക് മറ്റ് സ്ഥലങ്ങളിലേക്ക് മാറാൻ കഴിയും. അതിനുള്ള നീക്കങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ എല്ലാ രീതിയിലുമുള്ള തയ്യാറെടുപ്പുകൾ അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ്. ജോസിലാണ് വിശദാംശങ്ങൾ നൽകിയത്.